മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് എം ടി. സമീർ സി മുഹമ്മദ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്ന് തത്സമയമുണ്ട്. സമീർ, കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നേരിയ പുരോഗതി ഉണ്ട് എന്നതാണോ മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിക്കുന്നത്? വിവരങ്ങൾ. അനുജ, ഇന്നലത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ നേരിയ ഒരു പുരോഗതി ആരോഗ്യസ്ഥിതിയിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രാവിലെ ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങിയിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ കൂടി വന്നിരിക്കുന്നു. അതിനർത്ഥം പറയുന്നത് നേരിയ പുരോഗതിയുണ്ട് എന്നുള്ളതാണ്. മരുന്നുകളോട് എം ടി പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. കഴിഞ്ഞ 6 ദിവസമായി അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്നാണ് എത്തിയത് എങ്കിലും ഹൃദയസ്തംഭനം ഉണ്ടായതോടുകൂടിയാണ് ആരോഗ്യനില വഷളായത്. എന്നാൽ ഇപ്പോൾ അതിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന കാര്യം ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കൊപ്പം ആലങ്കോട് ലീലാകൃഷ്ണൻ, കവിയും ഗാനരചിതമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ കൂടി ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെ മുതൽ എം ടിക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് ആരോഗ്യനിലയിലുള്ള ഒരു പുരോഗതി? ഞാൻ ഇന്നലെ ഉച്ച മുതൽക്ക് ഇവിടെ ഉണ്ട്. ഇന്നലെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. ഞങ്ങളൊക്കെ വല്ലാതെ ഹതാശരായിരുന്നു. പക്ഷെ കോടിക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥന എം ടിയോടൊപ്പമുണ്ട്. എം ടി ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ട്. 77-78 കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മരണം എം ടിയുടെ തൊട്ടടുത്തെത്തി പിൻവാങ്ങിയ ഒരു സന്ദർഭം ഓർക്കുന്നുണ്ട്. അതിനുശേഷവും പലതവണ അദ്ദേഹം ഇത്തരം പ്രതിസന്ധികളിൽ പെട്ടു. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെയും അതിജീവിച്ചു. ഒട്ടും വിരിച്ചിട്ട ശയ്യയിലൂടെ കയറി വന്ന എഴുത്തുകാരനല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ ഒരു നേർത്ത പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഡോക്ടർമാർക്കും ഉണ്ട്. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായും അതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. കാരണം എം ടി എന്ന എഴുത്തുകാരനെ ലോകത്തിന് വേണം. തകർന്നുപോയ മനുഷ്യരെ, നിഷ്കാസിതരെ, ദരിദ്രരെ, ദുഃഖിതരെ, പുറമ്പോക്കിൽപ്പെട്ടവരെ, അനാഥരെയൊക്കെ അക്ഷരം കൊണ്ട് സാന്ത്വനിപ്പിച്ച ഒരു മഹത്തായ കാരുണ്യത്തിൻ്റെ പേരാണ് എം ടി. ഞാൻ ധാരാളം എഴുത്തുകാരെ കണ്ടിട്ടുണ്ട്. എഴുത്തുകാർ ദുർബല മനസ്കരാണ്. അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ അവർ തളർന്നു പോകുമെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷേ 32 വർഷമായി അദ്ദേഹത്തിൻ്റെ പുരികക്കൂടി ചലിക്കുമ്പോൾ അദ്ദേഹം എന്താഗ്രഹിക്കുന്നു എന്ന് അറിഞ്ഞു കൂടെ ഒരാളെന്ന നിലയിൽ ഇച്ഛയുണ്ടെങ്കിൽ വാസുവേട്ടൻ അതിജീവിക്കും. അനുജ, എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പങ്കുവെക്കുന്നത്. അല്പസമയം മുമ്പ് MLA നന്ദകുമാറും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് പങ്കുവച്ചത്. അദ്ദേഹം ആരോഗ്യത്തോടുകൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവരും. നേരത്തെ അപേക്ഷിച്ച് നേരിയ പുരോഗതിയുണ്ട്, മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്, കൂടുതൽ വഷളായിട്ടില്ല ആരോഗ്യനില എന്നുള്ളത് പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് മലയാളികൾ, ലോകമെമ്പാടുമുള്ള മലയാളികൾ.